എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് കേരള ഇ ട്രഷറിയിൽ നിന്നും നമ്മൾ അടച്ച പൈസ റീഫണ്ട് ചെയ്ത് വാങ്ങിക്കുന്നത് എങ്ങനെയെന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈൻ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ പണമടയ്ക്കേണ്ടുന്ന പ്രോസസ്സാണെങ്കിൽ പണമടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ മിക്കപ്പോഴും നമ്മൾ ഇ ട്രഷറി വഴിയാണ് പണമടയ്ക്കുന്നത്. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ്, RC, തുണ, പോർട്ടൽ തുടങ്ങിയതായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ ഇ ട്രഷറി വഴി പണമടയ്ക്കുന്നുണ്ട്. അത് നമുക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ അത് റീഫണ്ട് റീഫണ്ട് ചെയ്ത് വാങ്ങിക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ഇവിടെ ഫാൻസി നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി വിശദീകരിക്കുന്നുമുണ്ട്. പിന്നീട് നമ്മൾ ഫാൻസി നമ്പർ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരള ഇ ട്രഷറി വഴി റീഫണ്ടിന് അപേക്ഷിക്കുന്ന ഏറ്റവും പുതിയ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ആണിത്. ഇത്തരത്തിൽ RC ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നമുക്ക് റീഫണ്ട് റിക്വസ്റ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നീട് നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് GRN നമ്പറാണ്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും അവസാനം പേയ്മെൻറ്റ് ഗേറ്റ്വേ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ GRN നമ്പറിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. എല്ലാ വീഡിയോയിലും ഇത് നോട്ട് ചെയ്ത് വെക്കണമെന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ നമുക്ക് ഫാൻസി നമ്പറിനൊക്കെ അപേക്ഷിക്കുമ്പോൾ റീഫണ്ട് ചെയ്യണമെങ്കിൽ ഇത് വേണം. ഇതിന് നമുക്കല്ലാതെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. കുറച്ച് ശ്രമകരമാണ്. അതെങ്ങനെയെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെ GRN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം എമൗണ്ട്, നമ്മൾ അടച്ച എമൗണ്ട് എത്രയാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വലത് സൈഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് GRN എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് പാർട്ടി നെയിം, അഡ്രസ്സ്, ചെല്ലാൻ എമൗണ്ട്, അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസിൽ ട്രാൻസാക്ഷൻ ID ആണ് കാണിക്കുന്നത്. ഇത്രയും അവിടെ കാണിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ വീണ്ടും താഴേക്ക് വരണം. അവിടെ ഒന്നും ചെയ്യാനില്ല. ശേഷം നമുക്ക് ഈ സർവീസ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടുന്നതുണ്ട്. ഇവിടെ നമുക്ക് എമൗണ്ട് ഡീറ്റെയിൽസ് കാണാം, സ്കീം ഡീറ്റെയിൽസ്, ടോട്ടൽ നമ്മൾ എത്ര രൂപ അടച്ചിട്ടുണ്ട്, അതിനകത്ത് ബാലൻസ് എത്രയുണ്ട്, റീഫണ്ടിന് ബാലൻസ് എത്രയുണ്ട്. ഇവിടെ 3000 രൂപയാണ് അടച്ചിരിക്കുന്നത്. ബാലൻസ് ഒന്നുമില്ല, 0 ആണ്. മൊത്തം റീഫണ്ട് വേണം. അതിനുശേഷം ഇടത് സൈഡിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്താൽ വലത് സൈഡിൽ ആ എമൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അതിന് താഴോട്ട് കഴ്സർ കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ആ എമൗണ്ട് വരുന്നതും നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ റീഫണ്ട് എമൗണ്ട് തൊട്ട് താഴെ വന്നിട്ടുണ്ട്. ഇനി മൊബൈൽ നമ്പർ, അപേക്ഷകൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇതിൽ ഒറിജിനൽ ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ, നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണോ ആദ്യം അപേക്ഷിച്ച് അതിൻ്റെ റീഫണ്ടിന് വേണ്ടിയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒറിജിനൽ അപേക്ഷയിൽ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ID പ്രൂഫ്, ആ ഒറിജിനൽ അപേക്ഷയിലും ID പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട്. ഫാൻസി നമ്പറിൻ്റെ കാര്യത്തിലൊക്കെ ID പ്രൂഫുണ്ട്. ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ ID, പാൻ, പാസ്പോർട്ട് തുടങ്ങിയവ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒറിജിനൽ അപേക്ഷയിൽ കൊടുത്ത ID പ്രൂഫ് തന്നെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ പരിവാഹൻ സൈറ്റിൽ ഫാൻസി നമ്പറിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ റീഫണ്ടായി ലഭിക്കാനുള്ള 3000 രൂപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. അതിനുശേഷം നമ്മളവിടെ ബെനിഫിഷ്യറി നെയിം, നേരത്തെ കൊടുത്ത നെയിം അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. തൊട്ട് വലത് സൈഡിൽ നെയിം കറക്ഷൻ എന്നൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അവിടെ ബെനിഫിഷ്യറി നെയിമിൽ എന്തെങ്കിലും മാറ്റമുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളമാണ്. കഴിവതും നിങ്ങൾ ഒറിജിനൽ അപേക്ഷയിൽ കൊടുത്ത പേര് തന്നെ ഇവിടെ കൊടുക്കുവാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പേര് മാറ്റി കൊടുക്കുന്ന പക്ഷം അവിടെ ഒരു റിക്വസ്റ്റ് ലെറ്റർ കൂടി വയ്ക്കണം. ഇപ്പോൾ ഓൺലൈൻ സെൻറ്റർ വഴിയാണ് നമ്മൾ അപേക്ഷിച്ചത്. അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ആ അക്കൗണ്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ പേരൊന്നും മാറ്റുന്നില്ല. അപേക്ഷകൻ്റെ പേരും അക്കൗണ്ട് നമ്പരും തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബാങ്ക് അഡ്രസ്സ് തൊട്ട് താഴെ ചുവപ്പ് കളറിൽ അവിടെ തെളിഞ്ഞു വരികയും ചെയ്യും. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കഴിവതും നമ്മൾ അപേക്ഷയിൽ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പുതിയത് കൊടുത്ത് അതിൻ്റെ പാസ്ബുക്കും അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ID പ്രൂഫ് എന്നുള്ളിടത്ത് അത് പ്രൂഫ് ചൂസ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൂഫിൻ്റെയും പാസ്ബുക്കിൻ്റെയും സൈസൊന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ 250 KB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കവിടെ
റിക്വസ്റ്റ് റീഫണ്ട് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആകുന്നതാണ്. തുടർന്നൊരു പ്രിൻറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ അപേക്ഷകൻ്റെ പേരും എമൗണ്ടും റിക്വസ്റ്റ് നമ്പരും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്പരും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് മറ്റേതെങ്കിലും സെൻറ്റർ വഴിയാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ കൂടി ഒന്ന് പറഞ്ഞിരിക്കണം. അവരുടെ നിങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ടില്ലാത്ത പക്ഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ആ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അവരോടൊന്ന് അന്വേഷിക്കുകയും വേണം. അങ്ങനെയാണ് അവിടെ RTOയിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതിനുശേഷം നമ്മൾ ഈ റിക്വസ്റ്റ് ലെറ്ററും അതിനോടൊപ്പം നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ കൂടി എഴുതി തയ്യാറാക്കണം. വിശദവിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു മലയാളത്തിലുള്ള ലെറ്റർ എഴുതി തയ്യാറാക്കി അതിനോടൊപ്പം ബാങ്ക് പാസ്ബുക്കും ID പ്രൂഫിൻ്റെ കോപ്പിയും ഒക്കെ വെച്ച് നേരിട്ട് RTO ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അവിടെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് റീഫണ്ട് ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ ഓൺലൈൻ സെൻറ്റർ വഴിയാണ് നിങ്ങൾ അടച്ചിട്ടുള്ളത് എങ്കിൽ ആ അക്കൗണ്ടിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ അവിടെ നമുക്ക് റീഫണ്ട് സ്റ്റാറ്റസ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ URN നമ്പർ അല്ലെങ്കിൽ റിക്വസ്റ്റ് നമ്പർ, നമ്മളിപ്പോൾ കിട്ടിയ പ്രിൻറ്റിലുണ്ട് റിക്വസ്റ്റ് നമ്പർ, രണ്ടിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ അറിയുവാനും സാധിക്കുന്നതാണ്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അത് അപ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട്. ഇനി നമുക്ക് URN നമ്പർ കൈവശം ഇല്ല, അത് നോട്ട് ചെയ്യാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് കോൺടാക്ട്സ് എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് മെയിൽ ഐഡിയും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ ലഭിക്കും. ഈ മെയിൽ ഐഡിയിലേക്ക് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം. വിശദവിവരങ്ങളടങ്ങിയ ഒരു ലെറ്റർ തയ്യാറാക്കി ഇവിടേക്ക് മെയിൽ ചെയ്ത് കൊടുത്താൽ അവർ നമ്മളുടെ GRN നമ്പർ അയച്ചു തരും. അങ്ങനെ നമുക്ക് GRN നമ്പർ അറിയാം. അതല്ലെങ്കിൽ അവിടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അഡ്രസ്സുണ്ട്, അഡ്രസ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ GRN നമ്പർ എത്രയാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.